ആളുകളായതുകൊണ്ട് ഒറ്റ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എന്നൊക്കെ പറയുന്ന രീതിയിലൊരു ചോദ്യമായി കണ്ട് അതിനൊരു ഉത്തരം നമുക്ക് പറയാം. നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യം അത്തരത്തിലുള്ള ദൈവചിന്തകൾ എന്ന് പറയുന്നത് അതൊരു അന്ധവിശ്വാസം തന്നെയാണ് എന്നതാണ് അതിൻ്റെ കൃത്യമായ ഉത്തരമായിട്ട് വരിക. തെളിവുകൾ നയിക്കുന്നത് ദൈവമില്ല എന്നത് തന്നെയാണ്, അതിലേക്ക് തന്നെയാണ്. ഇനി നീട്ടിപ്പരത്തിയൊക്കെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതിലെ പല കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്ക് പറയാം. അപ്പോഴും കറങ്ങി തിരിഞ്ഞ് വരിക ഇതേ ഉത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ സമയം കളയുന്നില്ല. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു ഉത്തരം എന്ന രീതിയിൽ ഞാൻ പറയുന്നു, ദൈവം എന്ന് പറയുന്നത് അതൊരു അന്ധവിശ്വാസം തന്നെയാണ് എന്നത്. അടുത്തതായിട്ട് ചന്ദ്രശേഖർ രമേശിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ദൈവം വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ, ഇത് പലരും ആവർത്തിച്ച് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ വിശ്വാസം എന്ന് പറയുന്നത് പൊതുവേ ഒരു റാഷണൽ ഇല്ലാത്ത, അതായത് പ്രത്യേകിച്ച് ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വേണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സൂര്യൻ അസ്തമിക്കുന്നു, സൂര്യനെ വിശ്വസിക്കേണ്ട കാര്യമില്ല, സൂര്യൻ ഉള്ളതാണ്. ഇല്ലാത്ത പലതിനെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഈ വിശ്വാസികളായി നിൽക്കുന്നവർ പോലും പലപ്പോഴും ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. കാര്യം ദൈവഹിതം എന്ന് പറഞ്ഞാൽ ചില ആളുകളെ കടലിലേക്ക് വലിച്ചിടാനായിരിക്കും, പക്ഷേ അതുണ്ടാവാതിരിക്കാൻ ഇവിടെ ലൈഫ് ഗാർഡുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. അപ്പോൾ ഒരു അന്ധവിശ്വാസമാണ് ദൈവം എന്നുള്ള ഒരു കാര്യമെന്നുള്ളതിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. എന്തെങ്കിലും ചോദ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി പറയാൻ ശ്രമിക്കും. ഇഷാദ് കൈപ്പള്ളിയാണ് അടുത്ത സംസാരിക്കുന്നത്. നമസ്കാരം. ഈ വിശ്വാസം അന്ധവിശ്വാസം എന്നുള്ളൊരു ഒരു വേർതിരിവ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഈ തെളിവില്ലാത്തത് എല്ലാത്തിനെയും നമുക്ക് അന്ധവിശ്വാസം എന്ന് ഒറ്റ ലേബൽ കൊണ്ട് തന്നെ തള്ളാം. ഇപ്പോൾ വളരെ പോപ്പുലറായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എല്ലാവരും അംഗീകരിക്കുന്ന രജിസ്റ്റേർഡ് ആയിട്ടുള്ള മതങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം വിശ്വാസങ്ങളും ഈ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഈ അല്ലറ ചില്ലറ കൊച്ചു മതങ്ങൾക്കെല്ലാം നമ്മൾ ഈ പറഞ്ഞ കണക്ക് അന്ധവിശ്വാസം, അതൊക്കെ കുറച്ച് 100-200 കൊല്ലം കഴിയുമ്പോൾ അതൊക്കെ നമുക്കത് വിശ്വാസമായിട്ട് അക്സെപ്റ്റ് ചെയ്യാം. കുറച്ചും കൂടി ഒരു എന്ന് പറഞ്ഞാൽ ഒരു റണ്ണിങ് ടൈമുണ്ട്, അത് ഓർഗനൈസ്ഡ് ആവാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ടൈം ഫ്രെയിം മാത്രമേ ഉള്ളൂ. അന്ധവിശ്വാസം ടു വിശ്വാസം കുറച്ച് മെച്യൂർ ആവാനുണ്ട്, ലൈക്ക് എ വൈൻ. അപ്പം ഒന്ന് കുപ്പിക്കകത്ത് അടച്ച് കുറച്ച് ഒന്ന് നല്ലതുപോലെ ഫെർമെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് വിശ്വാസമായിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യാം. ഇപ്പോൾ ഈ അടുത്ത് ഈ കൂടോത്രം സംബന്ധിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ കൂടോത്രം എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്, അപ്പോഴും ദൈവവിശ്വാസം എന്ന് പറയുന്നത് അത് ശരിയായ വിശ്വാസമാണെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടോത്രം എന്ന് പറയുമ്പോൾ അത് ഈ പിശാച് അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് കഥാപാത്രങ്ങളെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ദൈവത്തിൻ്റെ ഒരു നിലനിൽപ്പ് തന്നെ ഈ പിശാച് എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ അത്തരത്തിലൊരു നെഗറ്റീവ് ക്യാരക്ടറും കൂടി ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് വല്ല ക്യാരക്ടർ അല്ല. ഇപ്പോൾ ആരിഫ് ഈ നേരത്തെ പറഞ്ഞ ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു സമയത്ത് നമുക്ക് വളരെ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ തിരുവനന്തപുരത്തുള്ളവരാണ്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് എന്ന് വെച്ചാൽ ഈ ദൈവങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ദൈവങ്ങളായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ പവർ സപ്ലൈ വന്നപ്പോഴത്തേക്ക്, ഇലക്ട്രിസിറ്റി വന്നപ്പോഴത്തേക്ക് ഒരുതപ്പെട്ട ദൈവങ്ങളെല്ലാം അപ്രത്യക്ഷപ്പെട്ടു. ഒറ്റ ദിവസം കൊണ്ട് ലൈറ്റ് സ്വിച്ച് ഇട്ടതിൻ്റെ അന്ന് ഈ ദൈവങ്ങളെല്ലാം പാമ്പാടാന്ന്. മാത്രമല്ല ഒരു കാര്യം കൂടി ആലോചിക്കണം, ഇന്നത്തെ ദൈവങ്ങൾക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. എത്ര രൂപയാണ് ദൈവത്തിന് ചിലവാക്കണം? ഞങ്ങളുടെ പണ്ടത്തെ ദൈവത്തിൻ്റെയൊക്കെ ചിലവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരക്കുപ്പി പട്ടച്ചാരയും ഒരു കോഴിയും ആണ്ടിലൊരിക്കുക, ഇത്രയും മാത്രം കൊടുത്താൽ മതി. വല്ല തെങ്ങിൻ്റെ മൂട്ടില വല്ല ആലിൻ്റെ മൂട്ടില അങ്ങനെ വെച്ച് ഒത്തിരി കർപ്പൂരമൊക്കെ വെച്ച് ഒരു കല്ലും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ദൈവം തീർന്ന്. ഇത് ഇന്ന് അങ്ങനെ എങ്ങനെയാണ്? എന്തുമാത്രം പൈസയാണ് ദൈവയ്ക്ക് വേണ്ടി ചിലവാക്കണത്? അത് നിഷാദ് കൈപ്പള്ളി പറഞ്ഞ ഈ ഒറ്റ രാത്രി കൊണ്ട് ഇലക്ട്രിസിറ്റി വന്നപ്പോൾ എങ്ങനെയാണ് ദൈവങ്ങൾ അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞത്, അത് ഒന്ന് വ്യക്തമാക്കാമാവും? അതായത് ഈ ഞങ്ങളുടെ നാട്ടിൽ യക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, പിന്നെ മാടൻ, മറുത, ഇതൊക്കെ വളരെ ഒബ്സ്ക്യൂറായിട്ട് ഇങ്ങനെ അതിൻ്റെ ഈ പോപ്പുലാരിറ്റി കുറഞ്ഞ് ഇപ്പോൾ ആർക്കും അറിയില്ല ഇങ്ങനെയുള്ള ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങളുടെ അവിടെ ഈ കറണ്ട് വന്നപ്പോഴത്തേക്ക്, ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വന്നപ്പോഴത്തേക്കും ഈ ദൈവങ്ങളെ അവർക്ക് ഈ എന്തോ ഈ വാമ്പയറിനെ പോലെയാണ്, അവർക്ക് പുറത്ത് വരാൻ പറ്റില്ല. അപ്പോൾ ലൈറ്റ് വന്നപ്പോഴത്തേക്ക് ഈ ദൈവങ്ങളെല്ലാം പോയി, വളരെ പെട്ടെന്നായിരുന്നു. പക്ഷെ അങ്ങനെ പോയി എന്ന് പറയാൻ കഴിയുമോ? പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ പോകും ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരേ ഒരു ദൈവം യക്ഷിയാണ്. എനിക്ക് ഏറ്റവും അധികം കാരുണ്യം എന്നിലേക്ക് അർപ്പിക്കുന്ന ഒരേ ഒരു ദൈവമായി ഞാൻ കരുതുന്നത് യക്ഷിയാണ്. ഈ ഭൂമിയിൽ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് യക്ഷിയാണ്. വിചാരിക്കുന്ന പരമകാരുണികമായിട്ടുള്ള ഒരു ദൈവികാംശം ഉള്ളത് ഭൂമിയിൽ യക്ഷിയാണ് എന്ന് വിചാരിക്കുന്നവരുമുണ്ട് ഇപ്പോഴും. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ ന്യൂനപക്ഷമാണ്. അത് അന്ധവിശ്വാസം എന്ന് ഇപ്പുറത്തുള്ള ആളുകൾ പറയും. വിഷയം വരുന്നത് മൈനോറിറ്റിയാണ് അവർ. അതെ, അപ്പം അന്ധവിശ്വാസം, ദൈവം അന്ധവിശ്വാസമാണ് എന്ന് പറയുമ്പോൾ അത് എത്ര ആളുകൾ വിശ്വസിക്കുന്ന ദൈവം, എത്ര കുറവാളുകൾ വിശ്വസിക്കുന്ന ദൈവം എന്നുള്ള ഒരു താരതമ്യം വരുന്നു എന്നതാണോ? അതെ, അതായത് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ് എന്ന് പറയുന്ന കാരണം എന്താ? അത് നമ്മൾ ഒരു ശാസ്ത്ര പ്രചാരകർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നതിൻ്റെ കാരണം തെളിവില്ല എന്നുള്ളതാണ്.
ആ സംഗതിയെ സ്ഥാപിക്കാൻ തക്കതായിട്ടുള്ള ഒരു ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കത്തക്കതായ, അല്ലെങ്കിൽ അതിന് ഒരു ദൈവത്തിന് ആവശ്യം ഫീൽ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അതിനൊന്നും ഒരു തെളിവില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മളുടെ പൊതുസമൂഹത്തിൽ ഈ വിശ്വാസികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വിശ്വാസം, ഇതാണ് യഥാർത്ഥ വിശ്വാസം, അതാണ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ തെളിവല്ല. അതിൻ്റെ പ്രധാനമായിട്ട് കാരണം വരുന്നത് അത് കുറച്ച് ആളുകൾ ചെയ്യുന്നു. ഇപ്പോൾ ഹിന്ദു സമൂഹത്തിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ നമ്മളെ പ്രമുഖ ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്ന ആളുകളാണ്. അതിൽപ്പെട്ട ചില ആളുകൾ അതിനകത്ത് ഈ ഫ്രഞ്ച് ദൈവങ്ങളെ കൂട്ടുപിടിച്ചിട്ട് അത് ചിലപ്പോൾ പൈശാചിക കഥാപാത്രങ്ങളായിരിക്കാം, കാളി ദേവി, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ദേവി ദേവൻ സങ്കല്പങ്ങളുടെ പിന്നാലെ പോയിട്ട് ചെറിയ ചില കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ അതിന് അന്ധവിശ്വാസം, കൂടോത്രം എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നു. അത് ശരിയല്ല, അത് ഇരട്ടത്താപ്പാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ നിങ്ങൾക്ക് ആ ഒരു ബിഗർ പിക്ചറിൽ കാണാൻ കഴിയണം. അല്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതെ, ദൈവത്തിൻ്റെ കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ സെൻസസ് എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം 5000-ൽ പരം ദൈവങ്ങൾ കാലം ഈ മനുഷ്യൻ ഈ കഥകൾ പറഞ്ഞു തുടങ്ങിയ സമയം തൊട്ടുണ്ടായിരുന്നു. ഈ അപ്പോളോ, സൂസ്, ഉത്നപിഷ്ടം, തോർ, അഹുർ മസ്ദ, ഇങ്ങനെയുള്ള കുറേ മെസപ്പൊട്ടേമിയയിലും ഈജിപ്തിലും ഒസീറിസ്, സെത്ത്, റാ, ഇങ്ങനെയുള്ള പുതിയ ദൈവങ്ങളുണ്ട്. നമ്മളുടെ ഈ വെടിക്കോപ്പുകൾ ഇതൊക്കെ കണ്ട്, അപ്പോൾ അവർക്ക് അത് കണ്ടപ്പോൾ അവർ വിചാരിച്ചു അവർക്ക് ഭക്ഷണം ആകാശത്ത് ആ ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ ആളുകളായിരുന്നു. കറക്റ്റ്. അപ്പോൾ അവർക്ക് എല്ലാ ദിവസവും രാവിലെ നോക്കുമ്പോൾ ഇങ്ങനെ എയർക്രാഫ്റ്റ് വരുന്നു, അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് പോകും. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത്. അപ്പോൾ അവർ വിചാരിച്ചു ഓക്കെ, ഇങ്ങനെ ആകാശത്ത് നോക്കി അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് എയർക്രാഫ്റ്റ് വരുന്നു, ഭക്ഷണപ്പൊതി താഴേക്ക് ഇട്ട് കൊടുക്കുന്നു. അവർ വിചാരിച്ചു അത് ദൈവമാണ്. കൊണ്ടാക്കി അവരുടനെ അവിടെ ഈ എയറോപ്ലെയിന്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ പ്രാർത്ഥിക്കുന്ന ആളുകളായിട്ട് മാറുകയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതിൽ പറയേണ്ട ഒരു കാര്യം, ഈ 5000 ദൈവങ്ങളുടെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, ഈ 5000 ദൈവങ്ങൾ അതിൽ ഒരുപാട് പേര് വിശ്വസിച്ചിരുന്നു ഒരു സമയം. ഏകദേശം 12,000 വർഷത്തിൻ്റെ ചരിത്രം നോക്കുമ്പോഴത്തേക്കും പല ദൈവങ്ങളിലും മനുഷ്യർ വിശ്വസിച്ചു. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നിരീശ്വരവാദികളാണ്. ഇവരെല്ലാം 99.999% നിരീശ്വരവാദികളാണ്. ഇവർക്ക് ഒരു ദൈവത്തിൽ മാത്രമേ വിശ്വാസമുള്ളൂ. നമ്മൾ ഇതിലും പോലും വിശ്വസിക്കുന്നില്ല. അതും കൂടി സബ്ട്രാക്ട് ചെയ്തു +1. അത് ക്ലിയർ ആക്കി കൊടുക്കാന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ ഒരു ഹിന്ദുമത വിശ്വാസിയെ വിളിച്ചിട്ട് നമ്മൾ അവരുടെ വിശ്വാസത്തിന് പുറത്തുള്ള ദൈവങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതിൽ വിശ്വസിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഇതാണ് വിശ്വാസം എന്ന് പറയും. അതായത് അവരുടെ ദൈവത്തെ എടുത്ത് ബാക്കി ദൈവങ്ങളെയൊക്കെ തള്ളുന്നു. ഒരു ക്രിസ്ത്യാനിയെ വിളിച്ചെടുക്കുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ ദൈവത്തെ എടുക്കുന്നു, ബാക്കിയുള്ളതിനെ തള്ളുന്നു, തെളിവില്ല എന്നും, അല്ലെങ്കിൽ അതല്ല ദൈവം എന്ന് അവർ പറയുന്നു. ഒരു മുസ്ലിമിനെ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ മുസ്ലിമും പറയും ഇത് തന്നെയാണ്, ഞങ്ങളുടേതാണ് ഒറിജിനൽ, ബാക്കിയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്. അതൊന്നും ശരിയല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതൊരു വിശ്വാസി എടുത്തു കഴിഞ്ഞാലും അവരുടെ ദൈവത്തെ എടുക്കുകയും ബാക്കിയുള്ള ദൈവങ്ങളെ തള്ളുകയും ചെയ്യുന്ന ഒരു അവസരവാദം അവിടെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെടുത്ത ആ ദൈവം ഏതു തന്നെയായാലും അതിനെയും കൂടി നമ്മളങ്ങ് തള്ളുന്നു. അതാണ് അതിൽ സംഭവിക്കുന്നത്. ദൈവത്തിനെ തള്ളിക്കളയുക എന്ന് പറയുമ്പോൾ നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ഒരു അവിശ്വാസമാണ്. ദൈവത്തിന് ഇന്ന് വരെ തെളിവില്ല. തെളിവുണ്ടെങ്കിൽ ദൈവത്തിനെ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ദൈവത്തിനെ തള്ളിക്കളയുക എന്ന് പറയുന്ന കാര്യം അത്യാവശ്യമായതുകൊണ്ടല്ല, തെളിവില്ലാത്തത് കൊണ്ടാണ് എടുക്കാത്തത്. തെളിവില്ലാത്ത പല കാര്യങ്ങളും തള്ളിക്കളയും. ഹോമിയോപ്പതി അങ്ങനെയാണ് തള്ളിക്കളയുന്നത്. അപ്പോൾ ഇതുപോലെ നൂറുകണക്കിന് കാര്യങ്ങൾ ചിലപ്പോൾ തള്ളിക്കളഞ്ഞെന്ന് വരും. ദൈവത്തിനിരിക്കാനുള്ള ഇടങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. ദൈവം ഇവിടെ ഇരിക്കുന്നു എന്ന് പറയും. ശാസ്ത്രം ആ ഏരിയയിൽ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഉടനെ ദൈവം അവിടുന്ന് ചാടി കുറച്ചുകൂടെ അപ്പുറത്തുള്ള മറ്റൊരു വിടവിൽ പോയിരിക്കും. ഇങ്ങനെയാണ് പൊതുവേ കാണുന്നത്. ഇപ്പോൾ അതിനെ തള്ളി ഏതാണ്ട് ഒരു 1380 കോടി കൊല്ലത്തിനപ്പുറത്തുള്ള ബിഗ് ബാങ്ങിൻ്റെ അപ്പുറത്തുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. പണ്ട് കാലത്ത് ഇപ്പോൾ നമ്മൾ ആരായാലും, മനുഷ്യന്മാരാരായാലും നമുക്കൊക്കെ ഒരു സംശയങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു രീതിയാണ്, പറയാലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പോൾ അങ്ങോട്ട് കടലിൻ്റെ കരയിലേക്ക് നോക്കുന്നു. കടലിൻ്റെ കരയിലേക്ക് നോക്കിയപ്പോൾ സൂര്യൻ ഇങ്ങനെ താഴേക്ക് പോവുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ് എവിടേക്കാണ് ഈ സൂര്യൻ പോകുന്നത്? അപ്പോൾ പറയുകയാണ് അതെ, ആ സൂര്യൻ ആ ചെളിക്കുണ്ടിൽ പോയിട്ട് അസ്തമിക്കുന്നു എന്ന് പറയും. അതല്ലെങ്കിൽ അവിടെ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ ആ സിംഹാസനത്തിൻ്റെ അടിയിൽ പോയിട്ടിരിക്കും. അടുത്ത ദിവസം നേരം വെളുക്കേണ്ട സമയമാകുമ്പോൾ സൂര്യൻ വന്നിട്ട് ചോദിക്കും, ഞാൻ ഉദിച്ചോട്ടെ ദൈവ, ഞാൻ സമയമായി എന്ന് പറയുമ്പോൾ ആ സമയമായോ, എന്നാൽ ശരി പോയി ഉദിച്ചോ, നാളെ കൃത്യസമയത്തിന് തന്നെ വരണട്ടോ എന്ന് പറഞ്ഞിട്ട് ആളെ പറഞ്ഞു വിടും. അപ്പോൾ ഇങ്ങനെ നടക്കുന്നൊരു പ്രക്രിയയാണ് ഈ ഉദയവും അസ്തമയവും എന്ന രീതിയിൽ മനസ്സിലാക്കാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാന നിരീക്ഷണ പാഠവമോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ശാസ്ത്ര വിഷയത്തിലുള്ള ഏതെങ്കിലും ഒരു PhD ഒന്നും വേണ്ട. നഗ്ന നേത്രം കൊണ്ട് നമുക്ക് നോക്കിയാൽ തോന്നുന്ന ഒരു ഭാവന മാത്രമാണത്. ഭാവനയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അല്ല, ഈ ഗ്യാപ്പ് കവർ ചെയ്യപ്പെട്ടോ?
ഇപ്പൊ ഓൾറെഡി അത് ബോധ്യം വന്നോ, തിരുത്തിയോ? അല്ല, അല്ല, അതാ അത് ഞാൻ മാത്രമല്ല, പറഞ്ഞത്. ഇപ്പൊ ആരിഫ് പറഞ്ഞ ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ആ ജനങ്ങളുടെ മുഖത്ത് നോക്കുമായിരുന്നു. പലരും ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അതെ. പക്ഷെ നിങ്ങൾ എന്തിനാ ഒത്തിരി ചിരിക്കുന്നെ? നീട്ടി പറഞ്ഞിരുന്നെങ്കിൽ അത് സൂര്യൻ താഴേക്ക് പോകുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇഫക്റ്റ് ബഹുമാനം. വേറെയാണ്. അതെ, ആ, അതെ. ബഹുമാനം നമ്മള് പാട്ട് കൊടുക്കും. പാടുന്ന പോലെ പാട്ട് പറയണം. പാടുന്ന പോലെ Yeah. നീട്ടി പിടിച്ച് വലിച്ച് റബ്ബർ ബാൻഡ് പോലെയൊക്കെ ആക്കി അങ്ങനെ പറയണം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത്, ഈ ദൈവം എങ്ങനെയാണ് ഈ ഗ്യാപ്പ് ചെയ്ത് ഇരുന്നതും പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് ഓടി വേറെ ഗ്യാപ്പിൽ പോയി ഇരുന്നത്, ഇതാണല്ലോ നമ്മുടെ വിഷയം. അപ്പൊ ഇത് കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ഭൂമി പരന്നതല്ല. ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പരന്നതാണെന്നൊക്കെ തോന്നും. അപ്പൊ ഇത് പരന്നതല്ല, ഇതിനൊരു ഒരു ഗോളാകൃതിയാണ് എന്ന് വരുമ്പോൾ ഇങ്ങനെ അസ്തമയം ഉദയം എന്നൊക്കെ പറയുന്ന സംഗതി, അതങ്ങനെ ഒരു സംഗതി ഇല്ല സത്യത്തിൽ. അത് നമുക്ക് ഈ ഭൂമിയുടെ ആ ഒരു കറക്കത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സംഭവം മാത്രമാണ്. ഇവിടെ പകലാവുമ്പോൾ വേറൊരു സ്ഥലത്ത് രാത്രിയാണ്, ഇവിടെ രാത്രിയാവുമ്പോൾ വേറൊരു സ്ഥലത്ത് അപ്പോൾ ഇത് മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് മനസ്സിലായപ്പോൾ അവിടെ തിരുത്തുകയാണ്. ഓക്കെ, ഉദ്ദേശിച്ചത് അതല്ല, ചെറിയൊരു തിരുത്തലുണ്ട് എന്ന് പറഞ്ഞിട്ട് മാറ്റുന്നു. എന്നിട്ട് പിന്നെ അതിനെ നമ്മൾ വ്യാഖ്യാനിച്ച് അതിനൊരു വഴിയാക്കി അങ്ങ് മാറ്റുന്നു. ഭൂമി എന്താണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട പോലെയാണ് എന്നൊക്കെ വരെ പറഞ്ഞു വെക്കുന്നു. ഇതാണ് പിന്നെ നമ്മൾ കണ്ടത്, പരന്ന ഭൂമിയെ പിന്നെ നമ്മൾ ഒട്ടകപ്പക്ഷിയുടെ മുട്ട പോലെയാക്കി. അപ്പം എന്താ സംഭവിച്ചത്? അവിടെ നിന്ന് മാറി. കാരണം ആ വിഷയത്തിൽ നമുക്കൊരു ക്ലാരിറ്റി വരികയാണ്, ശാസ്ത്രം അതിന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ അത് പിന്നെ അവിടെ നിൽക്കുന്നില്ല. പിന്നെ അടുത്ത വഴി എന്താണ്? അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകുന്നു. അപ്പോൾ ആ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് നമ്മൾ പിന്നെ അങ്ങോട്ട് കടന്നിട്ട് അടുത്ത ആകാശത്തിലേക്ക് പോകുന്നു, ബഹിരാകാശത്തേക്ക് പോകുന്നു. അവിടെ ചെന്ന് ചന്ദ്രനെ കുറിച്ച് പറയുന്നു. പിന്നെ അങ്ങോട്ട് പോവാണ്. ഇപ്പം എത്തി നിൽക്കുന്നത് ബിഗ് ബാങ്ങിലാണ്. അപ്പം നമ്മളിതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഈ മതകിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ അത് നമ്മൾ എടുത്ത് ചോദിക്കും. അത് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നമ്മൾ ആകാശത്തിൽ നോക്കുമ്പോൾ 7 ആകാശമുണ്ട്. അതിലൊരു ആകാശം, അതിൻ്റെ ഏറ്റവും താഴെയുള്ള ആകാശത്തിലാണ് നക്ഷത്രങ്ങൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടി നിൽക്കുന്ന എത്ര പേര് അത് വിശ്വസിക്കും? ആരെങ്കിലും ഒരാൾ വിശ്വസിക്കുമോ? പക്ഷെ ഇതാണ് കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് സമ്മതിക്കാൻ കഴിയും? ഇതാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇന്ന് മാറി? കാരണം ശാസ്ത്രം വികസിച്ചപ്പോൾ കണ്ടുപിടിച്ചു നക്ഷത്രം എന്താണ്. നക്ഷത്രം മേത്ത് വീഴുമ്പോൾ ഭയങ്കര വെയിറ്റ് ആയിരിക്കും, അതുകൊണ്ട് നിങ്ങൾ അത് വീണ് കഴിയുമ്പോൾ മരിച്ചു പോകും, സൂക്ഷിക്കണമെന്ന് വരെയാണ് ഇതിനകത്തൊക്കെ പറഞ്ഞു വെക്കുന്നത്. നക്ഷത്രം മേത്ത് വീഴുക എന്ന് പറയുന്ന ഒരു സംഗതിയെ പോലും സങ്കല്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അത്രമാത്രം അജ്ഞത വേണം, എന്നാൽ മാത്രമേ അങ്ങനെ സങ്കല്പിക്കാൻ കഴിയുള്ളൂ.